ഹലോ, വോക്ക് ആൻഡ് ലാഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റെസിപ്പിയല്ല കാണിക്കുന്നത്, പകരം സ്മാർട്ട് കിച്ചന് വേണ്ടിയിട്ട് 10 വസ്തുക്കൾ നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് നമ്മൾ പറയണത്. ഇതൊന്നും ഇല്ലെങ്കിലും കിച്ചൺ വർക്കുകൾ നടക്കും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനും നമ്മളുടെ ജോലികളൊക്കെ ഈസി ആക്കാനും വേണ്ടിയിട്ടാണ് ഈ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ട ഉപകരണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കാണിക്കുന്നത് ബലൂൺ വിസ്ക്. ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മാവ് കലക്കുക, അതായത് അപ്പം ചുടാനൊക്കെ അരി പൊടി കലക്കിയിട്ട് മാവ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് കത്തി. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഷാർപ്പായിട്ടുള്ള കത്തി നമ്മുടെ കിച്ചണിൽ അത്യാവശ്യമാണ്. ഇനി വേണ്ടത് പീലർ. നമുക്ക് തൊലി കളയാൻ, അതുപോലെ തന്നെ ക്യാബേജൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റും. ഈസി ആയിട്ട് നമ്മൾ ജോലി കുറച്ച് തരാൻ കഴിയുന്ന സംഭവമാണ് പീലർ. ഇതും നിർബന്ധമാണ്, നമ്മൾ കിച്ചണിൽ വേണം. ഇനി അടുത്തത് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ. കട്ട് ചെയ്യാൻ, ഗ്രേറ്റ് ചെയ്യാൻ, സവാളൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ബ്രഷ്, ചെറിയൊരു ബ്രഷ്. അതായത് സിങ്കുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ടൈൽസിൻ്റെ എഡ്ജുകൾ, ഇതൊക്കെ ക്ലീൻ ചെയ്യാനും അതിൻ്റെ ഉള്ള ഭാഗത്തൂടെയൊക്കെ എല്ലായിടത്തും എത്താനും ഇങ്ങനത്തെ ചെറിയ ബ്രഷ് വളരെ നല്ലതാണ്. ടൂത്ത് ബ്രഷ് ആയാലും മതി, പഴയ ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ചാലും മതി. അതുപോലെ തന്നെ പാത്രങ്ങളുടെയൊക്കെ എഡ്ജുകളൊക്കെ കഴുകാനും. അതുപോലെ മറ്റൊന്നാണ് സ്ക്രൂ ഡ്രൈവർ. കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ളൊരു വസ്തുവാണ് സ്ക്രൂ ഡ്രൈവർ. മൂടികളുടെ അടപ്പുകളുടെയൊക്കെ സ്ക്രൂ അഴിഞ്ഞു പോരുക, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് കത്രിക. ഏത് കത്രിക വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പാച്ചുല. ഇത് നല്ല ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ ചൂടൊന്നും കുഴപ്പമില്ല, നല്ല സിലിക്കൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഏത് ചട്ടിയിലും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. അതായത് നോൺ സ്റ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക. ഇനി ഉള്ളത് പ്ലക്കർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ കിച്ചണിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് ഇത്, ഏത് സമയത്തും ആവശ്യം വരും. അറ്റ് ലാസ്റ്റ് വൺ, മൈക്രോ ഫൈബർ ക്ലോത്ത്. നമ്മൾ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സാധാ ഒരു കോട്ടൺ തുണി എടുക്കുന്നതിലേറെ എത്രയോ ബെസ്റ്റാണ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതൊന്ന് യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ ഒരിക്കലും മറ്റൊരു ക്ലോത്ത് എടുക്കില്ല. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മൈക്രോ ഫൈബർ ക്ലോത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാവും. താങ്ക് യു.